കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. സുഹൃത്ത്, ഇനി എന്ത് സുഹൃത്ത് ബന്ധം? അവൻ ചെയ്തു തന്ന സഹായത്തിന് പ്രത്യുപകാരം ചെയ്യാനുള്ളത് കൊണ്ട് ആ ഒരു ധൈര്യത്തിൽ എനിക്കെന്തായാലും അവന്റെ അടുത്തേക്ക് പോകാൻ പറ്റും. പക്ഷെ അവൻ എന്നെ സുഹൃത്തായിട്ടല്ല, ഒരു മനുഷ്യനായിട്ട് പോലും കണക്കാക്കില്ല. ഒരു നിമിഷം. വസുന്ധര സ്കൂൾസ് എന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. അതിന്റെ കർത്താവ്, ക്രിയ, കർമ്മം എല്ലാം ഞാൻ തന്നെയാണ്. ആർക്കും അതിലൊരു പങ്കുമില്ല. അതിൽ നിന്ന് ആർക്കും ഒരു പങ്കും കൊടുക്കേണ്ട കാര്യം എനിക്കില്ലാതാനും. കുറെ നാളുകൾക്ക് ശേഷം ഒരു നിമിഷം നീ ഒരു നല്ല മനസ്സിന്റെ ഉടമയാണെന്ന് ഞാൻ കരുതിപ്പോയി. പക്ഷെ അതിനധികം ആയുസില്ലാതെ പോയല്ലോ വസുന്ധരെ. നീ എന്റേത്, ഞാൻ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്, വസുന്ധര സ്കൂൾസ് ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഒരു ജീവൻ ബലി കഴിച്ചതിന്റെ ഫലമാണ്. അതെന്റെ സുഹൃത്തിന്റെ ത്യാഗമാണെന്ന് നീ മനസ്സിലാക്കിക്കോ. നമസ്കാരം മുതലാളി. നമസ്കാരം. നമസ്കാരം. നമസ്കാരം മുതലാളി. നമസ്കാരം. ബാബു വീണ്ടും ഇവിടെ വന്നിട്ടുണ്ടല്ലോടാ. മുതലാളി അരുൺ ബാബുവിന് വീട്ടിൽ കയറ്റാൻ സമ്മതിക്കോ? സമ്മതിച്ചില്ലെങ്കിലും എന്താ ചേട്ടാ, കുട്ടികളെയും ഭാര്യയൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. അല്ലേലും അച്ഛനും മോനും തമ്മിലുള്ള അടി എത്ര നാളത്തേക്ക് കൊണ്ടുപോകും? അതൊക്കെ തീരാനുള്ളതേ ഉള്ളൂ. നമസ്കാരം മുതലാളി. നമുക്ക് കിട്ടിയ പലിശ 33,47,000 രൂപ അക്കൗണ്ടിൽ ഇട്ടായിരുന്നു സാറേ. സവാളയുടെ വില അടുത്ത മാസം കൂടാൻ സാധ്യതയുണ്ട് സാറേ. അത് കാരണം നമ്മുടെ ഗോഡൌണിൽ തന്നെ വെച്ചിരിക്കുകയാണ്. പിന്നെ പച്ചമുളക് അതെ സാറേ, അരുൺ പ്രസാദ്. അവനെ കുറിച്ച് എന്തിനാ ഇപ്പൊ സംസാരിക്കുന്നു? സംസാരിച്ചതല്ല സാറേ, ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കേൾക്കാതെ ഈ വീടിന്റെ പടി ചവിട്ടി പുറത്തു പോയപ്പോഴേ എന്റെ മകൻ ഇല്ലെന്നായി. എന്റെ വീട്ടിലേക്ക് കയറാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല എനിക്ക്. എന്തിനാണ് വന്നതെന്ന് ചോദിക്കടോ. എന്റെ വാക്ക് കേൾക്കാതെ ഭാര്യയുടെ കൈപിടിച്ച് പുറത്തു പോയി അത്ര എളുപ്പമല്ല ജീവിക്കാനെന്ന് മനസ്സിലായല്ലോ. എന്നിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. ഈ പടിക്കകത്ത് വന്ന് സഹായം ചോദിച്ച് ഒരാളെയും ഞാൻ വെറും കൈയോടെ വിട്ടിട്ടില്ല. എന്തു വേണമെന്ന് ചോദിച്ചിട്ട് അതെ എന്റെ പേരിൽ ദാനമായി കൊടുത്തിട്ട് പറഞ്ഞയച്ചേക്ക അയാള്. എനിക്കിവിടുത്തെ ചില്ലിക്കാശിൽ പോലും ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതൊന്നും ഉപേക്ഷിച്ചിട്ട് പോവില്ലായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കൂ ശാസ്ത്രി. അച്ഛന്റെ ദേഷ്യം എന്നോടായിരുന്നില്ലേ?
അതെന്നോട് മാത്രമായിരുന്നില്ലേ തീർക്കേണ്ടത്? എന്റെ സുഹൃത്ത് എന്ത് തെറ്റ് ചെയ്തിട്ടാ അവൻ അത്രയും വലിയൊരു ശിക്ഷ കൊടുത്തത്? എന്റെ സുഹൃത്തായിട്ട്, നല്ലൊരു മനുഷ്യനായിട്ട്, എന്റെ ഒരു ആശ്രിതനായിട്ട് എന്റെ കൂടെ നിന്നതാണോ അവൻ ചെയ്ത തെറ്റ്? എന്നെ സ്വന്തം കൂടപ്പിറപ്പായിട്ട് അവൻ കണ്ടത്. നിങ്ങളെ സ്വന്തം അച്ഛന് തുല്യമായിട്ട് അവൻ സ്നേഹിച്ചത്. എന്നെ അന്ന് സഹായിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് അവന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും നിങ്ങൾ അവനെ ഇവിടെ നാട്ടി പുറത്താക്കിയില്ലേ? അവന്റെ സ്ഥലം തട്ടിയെടുത്തില്ലേ? നിങ്ങളെ എതിർക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് ഈ ഗ്രാമത്തിൽ നിന്ന് ഒരാളും സഹായിക്കാനില്ലാതെ ജനിച്ച നാട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ അവനെ നാട് കടത്തിയില്ലേ? ഒരൊറ്റ കാരണം കൊണ്ട് അവന്റെ ഭാര്യയുടെ ജീവൻ പോയി. പാവ ഇത്രയും ചെറിയ പ്രായത്തില് അമ്മയില്ലാതെ അവന്റെ കുട്ടികൾക്ക് ജീവിക്കേണ്ടി വന്നു. അതിനെല്ലാത്തിനും കാരണം നിങ്ങളാണ് അച്ഛാ. എന്തിനാണ് ഇത്ര വലിയ പാപം ചെയ്തത്? ഈ പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാ മോചനം കിട്ടുക? മതിയാക്കാൻ പറയൂ ശാസ്ത്രി. എല്ലാം പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പുറത്തേക്ക് പൊക്കളാൻ പറയൂ. പറഞ്ഞു കഴിഞ്ഞില്ല. അത്ര എളുപ്പത്തിലൊന്നും കഴിയുകയില്ല. ചെയ്ത പാപം അങ്ങനെ വെറുതെ പോവോ? അവന്റെ പാവം ചെറിയ കുട്ടികള് അവരമ്മയെന്ന് നിലവിളിച്ച് കരയുന്ന ഓരോ നിമിഷവും അതൊരു ശാപമായി മാറി നിങ്ങൾക്ക് നേരെ വന്നുകൊണ്ടിരിക്കും അച്ഛാ. നിങ്ങൾ ഇനിയും അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ ഇനി എത്രയൊക്കെ നിലവിളിച്ച് കരഞ്ഞാലും ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമാവാൻ പോകുന്നില്ല. സരസ്വതി, എടി സരസ്വതി, നശിച്ച കുട്ടികൾ വിളിച്ചാലാണെങ്കിൽ കേക്കില്ല. നാശം പിടിച്ചോറ്റുകള്. എടി സരസ്വതി, എന്താ അമ്മായി? എവിടെ പോയി കിടക്കായിരുന്നടി? ചിന്നുനെ കളിപ്പിക്കായിരുന്നു അമ്മായി. അതിന്റെ ഒപ്പം കളിച്ചോണ്ടിരുന്നാൽ ഈ പണി ആരാണ് ചെയ്യണേ? ഇത് പിടിക്കേ. ഈ 10 രൂപ കൊണ്ടുപോയിട്ടേ സേട്ടുന്റെ കടയിൽ നിന്ന് പഞ്ചസാര മേടിക്കേ. ശരി അമ്മായി. എടി, എന്തിനാ നീ അങ്ങോട്ട് പോന്നേ? ചിന്നുനെയും കൂടെ കൊണ്ടുപോകാനാ അമ്മായി. നീ എങ്ങോട്ട് പോയാലും അതിനെയും കൊണ്ടാണ് പോളൂ. വേഗം ചെല്ലടി. നാശം പിടിച്ച ജന്തു, നശിച്ച ജന്തു. ഞാൻ ആയതുകൊണ്ട് സഹിക്കാണ്. സുമാര, സുമാര, ഇത് ഞാനാ, അരുൺ പ്രസാദ്. ഈശ്വരപ്രസാദ് അദ്ദേഹത്തിന്റെ മോനാ. ഏതോ നാടകം കൊണ്ടെന്ന് പറഞ്ഞ് അടുത്ത ഗ്രാമത്തിലേക്ക് പോയിരിക്കുക. ഇനി രാത്രി മടങ്ങി വരൂ. അല്ലെങ്കിൽ ചേട്ടൻ എന്താ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ആർക്ക് എന്ത് പറ്റിയാലും നിങ്ങൾ സുഖമായിട്ടല്ലേ ഇരിക്കുന്നത്? പിന്നെ നിങ്ങൾക്കൊക്കെ എന്താണ് ഇപ്പൊ ഇവിടെ പണി? നീ ഇങ്ങനെ പറയുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല. ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. കയ്യിൽ നയ പൈസ ഇല്ലാതെ ഭാര്യയും കുട്ടികളെയും കൂട്ടിക്കൊണ്ട് നാട് വിടാൻ പോയപ്പോ ജഗന്നാഥന്റെ ഭാര്യ ഉമ്മ ഞങ്ങൾക്ക് അവളുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണം കടമായിട്ട് തന്നു. എനിക്കതിന് പകരമായിട്ട് അവന് വേണ്ടി ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. രാധാമണി അവസാനം അവന്റെ ഭാര്യ ആശുപത്രി കിടന്നപ്പോ പോലും
രാധാമണി, ഇപ്പൊ ഈ സ്വർണവും കാശും തിരിച്ചു കൊടുത്ത് മാപ്പ് ചോദിക്കാന്ന് വിചാരിച്ചപ്പോ അവനിവിടില്ല. കുട്ടികളെ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ജഗന്നാഥൻ ദുബായിക്ക് പോയില്ലേ പെങ്ങളെ? അതെ ചേട്ടാ, ഇത്രയും നടന്നതിന് ശേഷം കുട്ടികളെ നോക്കിയോളെന്നും പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് ആക്കിയിട്ട് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങേര് ദുബായിക്ക് പോയിരിക്കുക. ഭാര്യ മരിച്ചപ്പോ അവൻ കുട്ടികളെ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ഒറ്റയ്ക്ക് ഇവിടുന്ന് പോയി. അവൻ ഇങ്ങനൊരവസ്ഥ വരാൻ കാരണക്കാരൻ ഞാനാണ് രാധാമണി. അവന്റെ കുട്ടികളെ എന്റെ കൂടെ പറഞ്ഞയക്കാൻ പറ്റുമോ? ഞാൻ അവരെ പൊന്നുപോലെ നോക്കിക്കോളാം. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാ രാധാമണി. ഇതെന്താ ഇയാൾ കുട്ടികളെ കൊണ്ടുപോകാന്ന് പറയുന്നത്? കുട്ടികളെ അയാളുടെ ഒപ്പം വിട്ടാ പിന്നെ ഈ കൊണ്ടുവന്ന സ്വർണ്ണം എല്ലാം അയാൾ തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ എന്തെങ്കിലും ഇത്തിരി ഭക്ഷണം കൊടുത്താൽ മതി, എനിക്കൊരു സഹായമാവും. ഒരു നഷ്ടവും ഇല്ലല്ലോ. എന്താ രാധാമണി ആലോചിക്കുന്നത്? നടന്ന സംഭവത്തിൽ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കുറഞ്ഞ പക്ഷം അവന്റെ കുട്ടികളെ നോക്കിയിട്ടാണെങ്കിലും എനിക്ക് എന്റെ തെറ്റ് തിരുത്താൻ പറ്റുമല്ലോ. എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കി രാധാമണി. അവരെ എന്റെ കൂടെ അയക്കില്ലേ? നിങ്ങൾ പറയുന്നതൊക്കെ സത്യമാണ് ചേട്ടാ. പക്ഷേ എന്റെ കയ്യിലല്ലല്ലോ ഒന്നും. ചേട്ടനാണെങ്കിൽ നിങ്ങളുടെ മുഖം തന്നെ കാണാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോ. കുട്ടികളെ നിങ്ങളുടെ കൂടെ വിടാൻ സമ്മതിക്കോ? അല്ലെങ്കിലും ഈ കുട്ടികൾ ഞങ്ങൾക്കൊരു ഭാരമല്ല ചേട്ടാ. ഞങ്ങളുടെ കയ്യിലുള്ള കാശൊക്കെ വെച്ചിട്ട് ഇവരെ അങ്ങ് വളർത്തും. അങ്ങനെ വിട്ടുകളയാൻ പറ്റും ചേട്ടാ. നമ്മുടെ കുട്ടികളല്ലേ. നീ പറഞ്ഞത് ശരിയാ രാധാമണി. ഞാൻ കാരണമല്ലേ അവന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. എന്റെ മുഖം കാണാൻ പോലും അവന് താല്പര്യം ഉണ്ടാവില്ല. ചില മനുഷ്യർക്ക് അവർ ചെയ്ത തെറ്റുകൾ തിരുത്താനെങ്കിലും അവസരം കിട്ടും. പക്ഷേ എന്റെ കാര്യത്തിൽ അവനോടൊന്ന് മാപ്പ് ചോദിക്കാൻ പോലും എനിക്ക് സാധിച്ചില്ല. ജീവിതകാലം മുഴുവൻ ഈ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടവനാ. സുകുമാരൻ വരുമ്പോൾ ഞാൻ വന്ന കാര്യം പറഞ്ഞേക്ക് പെങ്ങളെ. രാധാമണി, ഈ സ്വർണവും പണവും നിങ്ങൾ വെച്ചോളൂ. കുട്ടികളുടെ എന്തെങ്കിലും കാര്യത്തിന് ഉപകാരപ്പെടുമല്ലോ. എന്റെ മുഖം പോലും കാണാൻ ആഗ്രഹിക്കാത്തവൻ ഞാൻ കാശ് കൊടുത്താൽ പോലും വാങ്ങിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഇത് അവന്റെ സ്വർണമാണ്. ഇതിന്റെ അവകാശി അവൻ മാത്രമാണ് പെങ്ങളെ. ഇത് വാങ്ങിച്ചോളൂ. ശരി ഏട്ടാ. എന്നാ ഞാൻ പോയിട്ട് വരാം. വരട്ടെ. ശരി ഏട്ടാ. ഈ കാശെല്ലാം എന്റെയാണ്. ഈ സ്വർണം മുഴുവൻ എന്റെയാണ്. ഭാഗ്യദേവത എങ്ങനെയോ എന്റെ വീട്ടിലേക്ക് വന്ന് കയറിയതാണ്. ഇതെല്ലാം എന്റെ മാത്രമാണ്. രാധാമണി, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? എന്താ ചേട്ടാ, വെള്ളം കുടിക്കാൻ എണീറ്റതാണോ?
ഞാനേ നാളത്തേക്ക് കറിക്കുള്ള കടല വെള്ളത്തിടാനായിട്ട് വന്നതാ. പോയി കിടന്നോ, ഞാൻ വെള്ളം അങ്ങോട്ട് കൊണ്ടുവരാം. കടല കൊണ്ട് നീ മാല കോർത്ത് കഴുത്തിലിട്ടോണ്ട് നടക്കണേ ഇപ്പോ? എവിടെ നിന്ന് കിട്ടി ഇത്രയും സ്വർണം? ചോദിക്കുന്നത് കേട്ടില്ലേ? എവിടുന്ന് കിട്ടി ഇത്രയും പണം? എവിടുന്ന് കിട്ടി ഇത്രയും സ്വർണം? എവിടെ നടന്നോ? ഇതൊക്കെ എന്റെ തന്നെയാ. നിന്റേതോ? നിന്റെ ഭർത്താവ് നാടൻ കളിച്ചിട്ടുണ്ടാക്കിയതാണോ അതോ നീ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടാണോ? എവിടുന്ന് കിട്ടിയത്? എല്ലാം മനസ്സിലായി എനിക്ക്. ഞാൻ നാടകത്തിന് പോകുന്ന സമയത്ത് രാത്രി ഇതാണ് നിന്റെ പരിപാടി. എവിടുന്നെങ്കിലും മോഷിച്ചതാണെങ്കിൽ പറയടി. അതോ നിനക്ക് ആരെങ്കിലും കൊണ്ടുവന്ന് തന്നാണോ? അല്ലാതെ ഈ പണോ സ്വർണ്ണം എങ്ങനെ വരാനാ? അയ്യോ എന്റെ ദൈവമേ, എന്നെ തന്നെ നിങ്ങൾ സംശയിക്കുന്നോ? ഞാൻ എങ്ങനത്തെയുള്ള ആളാണ് നിങ്ങൾക്ക് അറിയില്ലേ? കണ്ണു പൊട്ടിപ്പോവും നിങ്ങളുടെ. ഇത് കൊണ്ടുവന്ന് തന്നത് ആരാണെന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്റെ കണ്ണായിരിക്കും പൊട്ടിപ്പോവുക. വേഗം പറ, എവിടെ നിനക്ക് ഈ കാശൊക്കെ കിട്ടിയത്? ഇനി എന്നെ ഇങ്ങനെ സംശയിക്കരുത് കേട്ടോ. ഞാൻ പറയാം. രാവിലെ നമ്മുടെ അരുൺ പ്രസാദ് സാറ് വന്നിരുന്നു. അവര് തന്നതാ. അരുൺ പ്രസാദോ? ആ വൃത്തി കെട്ടാൻ എന്തിനാ അവിടെ വന്നേ? അത് പോട്ടെ, നീ എന്തിനാ അവന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് ഇവിടെ വെച്ചേ? അവൻ എന്റെ അളിയന്റെ കയ്യിലുണ്ടായിരുന്നെല്ലാം തട്ടിയെടുത്തു. എന്റെ അനിയത്തിയുടെ മരണത്തിനും അളിയൻ ദുബായിക്ക് പോകാനും എന്റെ അനിയത്തിയുടെ കുട്ടികൾ അനാഥരാകാനുള്ള കാരണം അവന്റെ ആ നശിച്ച കുടുംബ. എന്നിട്ട് അതെല്ലാം അറിഞ്ഞുകൊണ്ട് അവള് ഇതെല്ലാം കൊണ്ട് തന്നിട്ട് പ്രായച്ചിത്തം ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം തീരുമെന്നാണ് വിചാരിക്കുന്നത്. ഈ കാശെന്ന് മാത്രമല്ല, അവന്റെ നിഴല് പോലും എന്റെ കുട്ടികളുടെ ദേഹത്ത് വീഴരുത്. എല്ലാം വേഗം എടുത്തു വെച്ചേക്ക്. എന്നിട്ട് ഇപ്പൊ തന്നെ അയാളുടെ മുഖത്തെറിഞ്ഞു കൊടുക്ക്. എന്തിനെങ്ങനെയൊക്കെ പറയുന്നത്? ഭാഗ്യദേവത വീട്ടിലേക്ക് വന്നപ്പോ അതിനെ പുറത്താക്കണോ? അല്ലെങ്കിലും ഇത് അയാളുടെ കാശല്ല, നിങ്ങളുടെ അളിയന്റെ കയ്യിലെ കാശാ. അത് അയാൾ തിരിച്ചു തന്നാണെന്ന് നിങ്ങൾക്കങ്ങ് വിചാരിച്ചുകൂടെ? എല്ലാ മാസവും കാശ് അയച്ചു തരാന്ന് പറഞ്ഞ് പോയിട്ട് ഇതുവരെ എന്തെങ്കിലും അയാൾ അയച്ചു തന്നിട്ടുണ്ടോ? ഒരു പൈസ പോലും തന്നിട്ടില്ല. എന്ത് വെച്ചിട്ട് നിങ്ങൾ അവരെ നോക്കാൻ പോണേ? പിള്ളേരുടെ കല്യാണം എങ്ങനെ നടത്തും? ആ ബുദ്ധിയില്ലാത്ത കുട്ടിയെ എങ്ങനെ നിങ്ങൾ ചികിത്സിക്കും? ഈ കാശും സ്വർണവും എടുത്ത അളിയന് ഇഷ്ടാവില്ല. അളിയന്റെ അവസ്ഥ എങ്ങനെയാണെന്നും അറിയില്ല. ഇത്രയും നാളായിട്ട് അളിയന് കാശ് അയക്കാൻ പോലും പറ്റിയിട്ടില്ല. ഇപ്പൊ ആ കാര്യം പറഞ്ഞിട്ട് ഇവളെ ഈ കാശ് മുഴുവൻ എടുക്കാൻ നോക്കുന്നേ. ഈ കാശിന് വേണ്ടിയെങ്കിലും ആ കുട്ടികളെ ഇവള് മര്യാദയ്ക്ക് നോക്കുമായിരിക്കും. കുട്ടികൾക്ക് വേണ്ടി ഞാനിത് സമ്മതിച്ചേ മതിയാകൂ. എന്താ ചേട്ടാ നിങ്ങൾ ആലോചിക്കുന്നത്? നിങ്ങളുടെ അനിയത്തിയുടെ കുട്ടികൾ നന്നായിരിക്കണോ വേണ്ടയോ? അങ്ങനെ ഈ കാശ് കിട്ടിയെന്ന് വെച്ച് ആ കുട്ടികളുടെ ജീവിതം എങ്ങനെ നന്നാവാനാ? അവര് പഠിക്കാൻ പോകുന്ന കാര്യത്തിൽ നിനക്ക് സമ്മതമൊന്നുമല്ലല്ലോ. പിന്നെ നിന്റെ ഈ സ്വഭാവം വെച്ച് ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? അല്ലെങ്കിൽ വേഗം പറ, ഇപ്പൊ തന്നെ ഇതൊക്കെ എടുത്തോണ്ട് അയാളുടെ മുഖത്ത് കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് വരാം. എന്റെ ദൈവമേ, ശരിക്കും നിങ്ങളിത് തിരിച്ചു കൊടുക്കുവോ? നമ്മുടെ കയ്യിലാണെങ്കിൽ ഒറ്റ കാശില്ല. ഉണ്ടെങ്കിൽ പിന്നെ വേണ്ടാന്ന് പറയാം. പക്ഷെ ഇത്രയും കാശ് തന്നാൽ എന്തിനാണ് നമ്മൾ വേണ്ടാന്ന് പറയുന്നത്? നാളെ തുടങ്ങി അവരോട് സ്കൂളിലായിട്ട് പഠിക്കാൻ പൊക്കോളാൻ പറ. ശരി, ആ കാശും സ്വർണ്ണമൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെക്കേ. ഇങ്ങനെ കിട്ടിയെന്ന് വെച്ച് എല്ലാം ഇട്ടുകൊണ്ട് നടക്കണ്ട, പലരും കണ്ണു വെക്കും. അതൊക്കെ അറിയാം എനിക്ക്. ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ പോയി കിടന്നോ.
ബലിച്ചോറെടുക്കാൻ ഒരു കാക്ക പോലും വന്നില്ലല്ലോ തിരുമേനി. എല്ലാ വർഷവും നിങ്ങൾ ബലിയിടാറുണ്ടല്ലോ. എല്ലാ തവണയും ഒരു കാക്ക പോലും വരാറുമില്ലല്ലോ. ചിലപ്പോ അവരുടെ ആത്മാവിന് ശാന്തി കിട്ടിക്കാണില്ല.